جمعية الدعوة والإرشاد وتوعية الجاليات بالدمام. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് നിരൂപിക്കപ്പെട്ടു, വിമർശിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വരച്ചു, എഴുതി, തൂലികയുന്തി, പേന ചിന്തി. ഇതൊക്കെ ഒരു ആദ്യ സംഭവമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ തന്നെ അന്നു മുതൽ ഇന്നോളം തുടർന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് നിയുക്തരായ ഈശ്വര പ്രേഷിതർ, നബി പുങ്കവന്മാർ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം പരീക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ വാക്കാൽ, പ്രവൃത്തിയാൽ, നോട്ടത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, മാനസികമായി അപകടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അന്നത്തെ ശത്രുക്കളുടെ പ്രവൃത്തികൾ. നോക്കി തള്ളിയിടുക എന്ന് പറയില്ല, അതുപോലത്തെ അവസ്ഥകൾ വരെ ഉണ്ടായിരുന്നു. അവരുടെ ശൈലികൾ ഹൃദയത്തിൽ കുത്തും വിധമായിരുന്നു. അതുകൊണ്ടാണ് സൂറത്ത് ഹിജ്റിന്റെ ആയത്തിൽ വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, വഖാലു, അവർ വിളിക്കും, അവർ പറയും, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, ഈ വിശുദ്ധ ഖുർആൻ ആരുടെ മേൽ ഇറക്കപ്പെട്ടോ അവനെ എന്ന് വിളിക്കും. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞവർ വിളിക്കും എന്നാണ്. അതെന്തിനാ യാ മുഹമ്മദ് എന്ന് പറഞ്ഞ് വിളിക്കാതെ യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ എന്ന് വിളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ശരിക്ക് അവർ യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വേറെ വിചാരിച്ചേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കാനോ അല്ലെങ്കിൽ അവർ ജ്യോത്സ്യൻ, മാരണക്കാരെന്നൊക്കെ പറഞ്ഞ് ഇകഴ്ത്താനോ വേണ്ടിയാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ എന്ന് പ്രയോഗിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷാനിർഭരമായി ഇവർ വിശുദ്ധ ഖുർആനെ സമ്മതിച്ചു, അംഗീകരിച്ചു, എന്നെ കൂട്ടാക്കിക്കൊണ്ടുള്ള വിളിയാണ് എന്ന് മനസ്സ് തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവരിങ്ങനെ വിളിക്കും. അങ്ങനെ അവർ തിരിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ. അവര് നബി പ്രതീക്ഷാനിർഭരമായി തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പറയും, ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, എത്ര വേദന ഉണ്ടാകും, എത്ര വിഷമം ഉണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായി, ആ പ്രയാസം ഉണ്ടായി. അത് പല സന്ദർഭങ്ങളിൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക്, മാ യുഖാലു ലക, മുഹമ്മദ് നിങ്ങളോട് പറയപ്പെടുകയില്ല, ഇല്ലാ മാ ഖദ് ഖീൽ ലിർറുസുലി മിൻ ഖബ്ലിക്, നിങ്ങളുടെ മുമ്പുള്ള റസൂലുമാരോട് പറയപ്പെട്ടതല്ലാതെ നിങ്ങളോട് പറയില്ല. ഇത് നിങ്ങളോട് മാത്രമുള്ള ഒരു വർത്താനല്ല. ജ്യോത്സ്യൻ, കാഹിൻ എന്ന് നിങ്ങളെ പറഞ്ഞുവെങ്കിൽ, ഷാഇർ, കവി എന്ന് നിങ്ങളെ പരിഹസിച്ചുവെങ്കിൽ, കദ്ദാബ് എന്ന് നിങ്ങളെ വിശേഷിപ്പിച്ചുവെങ്കിൽ, ഇതുപോലത്തെ മജ്നൂൻ എന്ന് നിങ്ങളെ വിളിച്ചുവെങ്കിൽ, അത് നിങ്ങളോട് മാത്രമുള്ള എതിരാളികളുടെ പ്രയോഗമല്ല. പിന്നെയോ പൂർവികരായിട്ട് വിശുദ്ധരായി പ്രവാചകന്മാരായി പ്രബോധകന്മാരായി കടന്നു വന്നവരോടൊക്കെ ഇങ്ങനെ പറയപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അൻബാഇർ റുസുൽ. അല്ലാഹു പറയുന്നത്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അൻബാഇർ റുസുൽ, എല്ലാ റസൂലുമാരുടെയും കഥകൾ നാം നിങ്ങൾക്ക് പറഞ്ഞു തരും, കഥിച്ചു തരും. എന്തിന്? ലിനുസബ്ബിത ബിഹി ഫുആദക, നിങ്ങളുടെ ചേതനക്ക്, നിങ്ങളുടെ മനസ്സിന് സ്ഥൈര്യവും ഉറപ്പും നൽകുന്നതിന് വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ എന്തിനാണ് റസൂലുമാരുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിയത്, അവതരിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുന്നതിന് വേണ്ടിയാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഏറെ പരീക്ഷിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, കുത്തുവാക്കുകൾ, കുപ്രചരണങ്ങൾ അഴിച്ചുവിടപ്പെട്ടു. അപ്പോ പൂർവികരുടെ ചരിത്രത്തിൽ അവർക്ക് ഏറ്റ കുത്തുവാക്കുകൾ, കുപ്രചരണങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിക്കുന്ന അവസ്ഥ അത് സംജാതമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വയുകദ്ദിബൂക, അവർ നിങ്ങളെ കളവാക്കുന്നുവെങ്കിൽ, ഫഖദ് കുദ്ദിബത് റുസുലുൻ മിൻ ഖബ്ലിക്, നിങ്ങൾ അവർ കളവാക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ അളവിൽ മാത്രം ഉണ്ടായ ഒരു കളവാക്കപ്പെടുന്ന വിഷയമല്ല. പിന്നെയോ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ റസൂലുമാരും കളവാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ റസൂലുമാർ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുകയാണ്. വലഖദ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാതി വബിസ്സുബുരി വബിൽ കിതാബിൽ മുനീർ. വലഖദ് ജാഅതുഹും റസുലുഹും, റസൂലുമാർ ഈ കളിയാക്കുന്ന ആളുകളിലേക്ക് വന്നത് ശൂന്യഹസ്തരായിട്ടല്ല, വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടല്ല. പിന്നെയോ
വലഖദ് ജാഅതുഹും റസൂലുഹും ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഏറ്റിയാണ് വന്നത്. വബിസ്സുബുർ, സങ്കീർത്തനങ്ങളുമായാണ് വന്നത്. വബിൽ കിതാബിൽ മുനീർ, വെളിച്ചമേകുന്ന, വെട്ടം പകരുന്ന, പ്രകാശം തരുന്ന വേദവുമായിട്ടാണ് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബയ്യിനാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അതേപോലെ സങ്കീർത്തനങ്ങൾ, അതേപോലെ വെട്ടം പകരുന്ന വെളിച്ചമേകുന്ന കിതാബ് ഏറ്റി അന്ന് റസൂലുമാർ വന്നപ്പോൾ ആ റസൂലുമാരെയാണ് എന്ത് ചെയ്തത്? കളവാക്കിയത്. അവരെയാണ് വിശ്വസിച്ചത്. അപ്പൊ നിങ്ങളെ കളവാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുമ്പുള്ളവരെയും കളവാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിട്ടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ആശ്വസിപ്പിച്ച ധാരാളം വലഖദ് കദ്ദബ റസൂലുൻ മിൻ ഖബ്ലിക് ഫസബറു അലാ മാ കുസിബു വഊദു ഹത്താ അതാഹും നസ്റുന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലഖദ് കദ്ദബ റസൂലുൻ മിൻ ഖബ്ലിക് വലഖദ് കുസിബ റസൂലുൻ മിൻ ഖബ്ലിക്, അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങളുടെ മുമ്പ് റസൂലുമാർ കളവാക്കപ്പെട്ടു. അല്ലാഹു പറയാണ് റസൂലുമാർ കളവാക്കപ്പെട്ടു. എന്നിട്ട് എന്താ റസൂലുമാർ ചെയ്തത്? അവർ കളവാക്കപ്പെട്ടപ്പോ വലഖദ് കുസിബ റസൂലുൻ മിൻ ഖബ്ലിക് ഫസബറു അലാ മാ കുസിബു, കളവാക്കപ്പെട്ടപ്പോ ആ റസൂലുമാരൊക്കെ ക്ഷമിക്കുകയാണ് ചെയ്തത്. ഫസബറു അലാ മാ കുസിബു വഊദു, അവർ പീഡിപ്പിക്കപ്പെട്ടു, അപ്പോഴും അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, റസൂലുമാരിൽ ഉലുൽ അസ്മായ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ പോലുള്ള ഉലുൽ അസ്മായ റസൂലുമാർ അവർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറഞ്ഞു. അവരാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത്. അവർക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ പരിഹാസങ്ങൾ വന്നത്. അവർക്ക് നേരെയാണ് ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഭ്രഷ്ടും വിലക്കും കൽപ്പിക്കപ്പെട്ടത്. പക്ഷെ ക്ഷമ കൊണ്ട് അവർ എതിരിട്ടു, ക്ഷമയിലൂടെ അവർ പിടിച്ചു നിന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തരം പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, പരിഹാസങ്ങളിൽ, കുത്തുവാക്കുകളിൽ, ഊരുവിലക്കുകളിൽ, ഭ്രഷ്ടുകളിൽ ഒക്കെ പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ്. പിടിച്ചു നിൽക്കാൻ കൽപ്പിച്ചത് ക്ഷമയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പകർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ക്ഷമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമ കൊണ്ട് പ്രതികരിച്ചു, സഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിയോഗികളെ പോലും അനുയായികളാക്കി, എതിരാളികളെ ശക്തിപ്പെടുത്തുന്നവരാക്കി, ശത്രുപക്ഷത്ത് നിന്നവരെ അവർ ശത്രുപക്ഷത്താണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും അനുകൂലികളുമാക്കി മാറ്റി. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയൊരു തിരിച്ചറിവ് പല വിഷയങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകേണ്ട സാഹചര്യങ്ങളാണ് വിശേഷ ഈ വർത്തമാന യുഗത്തിൽ. ഒരു വിശ്വാസിയും നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാത്രമല്ല, ഏതൊരു പ്രവാചകനെയും, ഏതൊരു പുണ്യാളനെയും, ഏതൊരു മഹാത്മാവിനെയും പരിഹസിക്കുന്നത്, ഇകഴ്ത്തുന്നത്, ഹനിക്കുന്നത് സമ്മതിക്കുന്നവനല്ല, സമ്മതിക്കാൻ പാടില്ല. അത് ഇഷ്ടപ്പെടുന്നവനല്ല, പ്രത്യുത അത് വെറുക്കുന്നവനും അതിനോട് പ്രതിഷേധമുള്ളവനാണ്. അതില്ല എങ്കിൽ യഥാർത്ഥ വിശ്വാസിയല്ല. വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിലും നബി പുങ്കവന്മാരുടെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശിക്കപ്പെടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുവാനുള്ള പരിശ്രമങ്ങൾ നടത്തപ്പെടുന്ന സന്ദർഭങ്ങളിൽ പ്രാഥമികമായി വായിക്കേണ്ട പല പാഠങ്ങളും വായിക്കാതെയാണ് പലരുടെയും പ്രതികരണങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ അനിഷ്ടങ്ങളും അന്യായങ്ങളും ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശ്വാസവും ആദർശവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വരുന്ന വിഷയങ്ങളിൽ അതിനോട് എതിർപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാകുന്നതിന് അനിവാര്യമാണ്. പക്ഷെ മതത്തിന്റെ അളവുകോൽ അതിൽ അളക്കപ്പെടുന്ന രീതിയിൽ, മാനദണ്ഡങ്ങളിൽ വായിക്കപ്പെടുന്ന രീതിയിലായിരിക്കണം എതിർപ്പുകളും വിമർശനങ്ങളും. മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ പ്രയോഗിക്കപ്പെട്ടതായ പരിഹാസ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ എത്രമേൽ രൂക്ഷമായിരുന്നു. അതും അവരുടെ ഉള്ളിലൊന്നും പുറമേക്ക് വേറുന്നു. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, നിങ്ങളെ പരിഹസിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ നാം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രഖ്യാപിച്ചു. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിങ്ങളെ മോശപ്പെടുത്തുന്നവൻ അവനാണ് ഗുണം കെട്ടവൻ, അനുഗ്രഹം അറ്റവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പരിഹാസികളെ കൈകാര്യം ചെയ്യുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാഹിൻ, ജ്യോത്സ്യൻ എന്ന് വിളിച്ചവർ, ഷാഇർ, കവി എന്ന് വിളിച്ചവർ, സാഹിർ, മാരണക്കാരൻ എന്ന് വിളിച്ചവർ, മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിച്ചവൻ, കദ്ദാബുൻ അശിർ,
അങ്ങേറ്റം വ്യാജം പറയുന്നവൻ എന്ന് വിളിച്ചവർ, അബുത്തർ ഗുണം കെട്ടവൻ എന്ന് പറഞ്ഞവർ, ഇവരൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചവർ ഈ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തൊരു വാക്കാണ്, അത് വാഗ്ദാനം. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ കാഴ്ചവെക്കുന്ന ഒരു സുന്നത്താണ്. ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാതിലി ഫയദ്മിഗു ഫഇദാ ഹുവ സാഹിഖ്. അള്ളാഹുവിന്റെ നടപടിയാണ്. അള്ളാഹു ഹഖ് കൊണ്ട് ബാത്തിലിനെ എറിയും. അങ്ങനെ ഫയദ്മഗുഹു, ആ ബാത്തിലിനെ ഹഖ് തകർക്കും. ഫഇദാ ഹുവ സാഹിഖ്, ബാത്തിൽ പോയി പോകും, ബാത്തിലിന് നിലനിൽപ്പില്ല. പക്ഷെ അതിനൊരു ടൈമുണ്ട്. ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ്, പറയുക എന്റെ റബ്ബ് ഹഖ് കൊണ്ട് എറിയും. അള്ളാഹു ഹഖ് നൽകുമെന്നും ഹഖ് കൊണ്ട് എറിയുമെന്നും അള്ളാഹിനെ കുറിച്ച് പറയുന്നു. ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. സത്യം വന്നു, അസത്യം നിഷ്പ്രഭമായി. അസത്യം അത് പോയി പോവുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യത്തെ നിലനിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തൊക്കെ പറഞ്ഞവർ, എന്തൊക്കെ വിമർശിച്ചവർ, എന്തൊക്കെ എതിർ പ്രകടിപ്പിച്ചവർ, അവരുടേതെല്ലാം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൗർണമിയായി ഇവിടെ നിലനിൽക്കുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശം ഇവിടെ നിലനിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ച വിമർശനങ്ങളുടെ എല്ലാ വിമർശനങ്ങളും അത് കളവായിരുന്നു, അത് അബദ്ധജടിലമായിരുന്നു, അത് അസ്ഥാനത്തായിരുന്നു എന്ന് ലോകം വിധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിലും മാതൃകാ പുരുഷനായി. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജ്യോത്സ്യനെന്നും കവിയെന്നും ഭ്രാന്തനെന്നൊക്കെ പറഞ്ഞത്? അത് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത് കാരണത്താലാണല്ലോ. അതില്ല എങ്കിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാം, റസൂൽ അൽ അമീൻ, വിശ്വസ്തനാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ അവർ ആരോപിച്ച വിഷയമില്ല എന്നുള്ളത് അറിയാം. ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലോകത്തെ ഏറ്റവും കൂടുതൽ എന്നെന്നും വായിക്കപ്പെടുന്ന ഗ്രന്ഥമായി ഇവിടെ നിലനിർത്തി. വെല്ലുവിളി നിലനിൽക്കുന്ന ഗ്രന്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിരാളികൾക്കും വിമർശകർക്കും ഒക്കെ സ്വീകാര്യനാകുന്ന വ്യക്തിത്വമായി, അനുപമ വ്യക്തിത്വമായി കാലാന്തരത്തിൽ തുടരുന്നു, നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തിരുചരിതം വിമർശകർ വായിക്കുമ്പോൾ കൂടുതൽ വായിക്കുവാനുള്ള വെമ്പലും വ്യഗ്രതയുമായിരുന്നു വിമർശകർക്ക് എന്നുള്ളതാണ്. നിരൂപകർ വായിക്കുമ്പോൾ കൂടുതൽ വായിക്കുവാനുള്ള തൽപരതയും വാഞ്ചയുമായിരുന്നു അവർക്കെന്നുള്ളതാണ്. അങ്ങനെ എത്ര ശിരസ്സുകൾ കുനിഞ്ഞു, എത്ര മനസ്സുകൾ നമിച്ചു. അഹർമുഖ പൊൻകതിർ പോൽ പോന്നവൻ മുഹമ്മദ പേരിനിതാ നമശ്ശരം എന്ന് പ്രഖ്യാപിക്കപ്പെടുമാർ എത്രയെത്ര ആളുകൾ ലോകത്ത് വന്നു. ഞാൻ ഇവിടെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ചില അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുമ്പോൾ, എങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ, നിരൂപണത്തിന്റെയും വിമർശനത്തിന്റെയും അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുമ്പോൾ തീർത്തും ഉൾക്കാഴ്ചയില്ലാതെ ഇടപെടുന്ന, അതിന് പ്രതികരിക്കുന്ന പല മുസ്ലിമീങ്ങൾ, അതാണ് ഇവിടെ പ്രധാനമായും ഈ സംസാരത്തിൽ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നവർ, അവർ ആ പ്രതികരണത്തിനും എതിർപ്പിനും യോഗ്യരാണോ എന്നുള്ളതാണ് അവർ തങ്ങളുടെ അളവിൽ ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പുലർത്താത്തവർ, പാലിക്കാത്തവർ, മാതൃകയാക്കാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ അന്യായങ്ങളും അപകടങ്ങളും തീർക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മര്യാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ അത് പുലർത്തിയിട്ട് ഈ തെരുവോരങ്ങളെ തകർക്കുന്നവരും പൊതുമുതലുകളെ നശിപ്പിക്കുന്നവരും വികാരഭരിതമായി ലോകത്ത് വിധ്വംസന പ്രവർത്തനങ്ങൾ നടത്തുന്നവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഭീതി ജനിപ്പിക്കുന്നവരും ഈ ആളുകൾ ഇസ്ലാമിനെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീനെ അവരുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്നുവെങ്കിൽ അതായിരുന്നു പ്രതിയോഗികൾക്ക് ഏറ്റവും വലിയ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുവാൻ നബിയെ പോലെ ജീവിച്ചു കാണിക്കുന്ന ഒരു അവസ്ഥ അത് ഈ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ല മറുപടി. തന്നെ തൊഴിച്ചവൻ, തന്റെ വസ്ത്രം കഴുത്തിൽ ചുരുട്ടി കൂട്ടിപ്പിടിച്ചവൻ, എന്നിട്ട് തന്റെ കഴുത്തിൽ മുറിവേൽക്കുമാർ വസ്ത്രം മുറുക്കിയവൻ, എന്നിട്ട് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ നിങ്ങൾ
കടം കൊണ്ട് അമാന്തിക്കുന്നവരാണ്, കടം വീട്ടാതെ അമാന്തിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരിക്കലും സഹ്യമല്ലാത്ത വാക്ക് പറഞ്ഞവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ മനസ്സ് മയക്കി, അയാളുടെ ജീവിതം ധന്യമായി. അയാളുടെ വികാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവേകം കൊണ്ട് പ്രതികരിച്ചപ്പോൾ അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം ആശ്ലേഷിച്ച ഒരു ചരിത്രം നമ്മൾ ബഖീഉൽ ഖർഖദിന്റെ ചരിത്രം വായിക്കുമ്പോൾ, മദീനയിലെ ബഖീ ഖബർസ്ഥാന്റെ ചരിത്രം വായിക്കുമ്പോൾ സെയ്ദ് ബിൻ സാന എന്ന് പറയുന്ന ഒരു ജൂതന്റെ വിഷയത്തിൽ വായിക്കുന്നുണ്ട്. അയാൾ വാക്കാൽ പ്രവൃത്തി മുറിവ് തീർക്കുന്നതാണ്, അത് സഹിയാണ്, മുറിവ് ഉണങ്ങും. പക്ഷേ നാക്കിനാലുള്ള അയാളുടെ വർത്തമാനം, മനസ്സിന്റെ മുറിവ് ഉണങ്ങാൻ പ്രയാസമാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് അയാളുടെ വികാരത്തിന് വിവേകത്തിന്റെ പ്രതികരണം നടത്തിയപ്പോൾ അയാൾ ജനസമക്ഷം പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്നാണ്. അയാളുടെ മുഴുവൻ സ്വത്തും, മദീനയിലെ യഹൂദന്മാർ അവർ സാമ്പത്തികമായി വളരെ സുസ്ഥിരതയും വൈപുല്യവുമുള്ളവരായിരുന്നു. മുഴുവൻ സ്വത്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇസ്ലാമിനും സമ്മാനിക്കുന്ന വിധം അയാളുടെ മനസ്സ് മാറി പ്രതികരിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ പല മുസ്ലിമീങ്ങൾക്കും പ്രതികരണങ്ങളിൽ ഇസ്ലാമിക വ്യക്തിത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു വിഷയം. പണ്ഡിതന്മാർ പറയാറുണ്ട്, വിശിഷ്യ ഷെയ്ഖ് അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാർ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ ജീവിതത്തിൽ പാലിക്കൂ, തെളിവുകൾ കൊണ്ട് പ്രതികരിക്കൂ, ക്ഷമയിലൂടെ എതിരിടൂ, നേരിടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയിൽ, ചര്യയിൽ എത്രമാത്രം പല വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കുന്ന എത്ര ഹദീകളുണ്ട്. ദിനേനെ പാലിക്കുന്ന ഹദീകളിൽ, ചര്യകളിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വസ്തുക്കളുടെ ഒരു ചരിത്രം വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടകരമായ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായ കാര്യങ്ങൾ പലതും ഉണ്ടാകും. അതിൽ നമുക്ക് അനുധാവനത്തിനുള്ളതുണ്ടാകും, നമുക്ക് അറിയാനുള്ളതുണ്ടാകും. അനുധാവനം ചെയ്യുന്നത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന നിലക്ക് നമ്മൾ അതിനെ അനുധാവനം ചെയ്യാൻ പരിശ്രമിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായതിനെ അറിയാൻ, അത് അറിയിക്കാൻ അതിന് പരിശ്രമിക്കുക, ആ നിലക്ക്. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ്, എത്ര നമ്മളുടെയൊക്കെ അറിവിൽ ഈ വിഷയങ്ങളുണ്ട്, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എത്ര ഇത് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായ കാര്യങ്ങൾ അഭ്യസിക്കാനും അറിയാനുമുള്ള ഈ ഒരു വിഷയം. അപ്പൊ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടകരമായ വിഷയങ്ങൾ അത് നോക്കുമ്പോ പിന്നെ ജുഅലത് ഖുറത ഐനി ഫി സ്വലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഹൃദ്യമായി കൺകുളിർമയായ വിഷയം നമസ്കാരം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ എത്ര ഒരു വിശ്വാസി, അല്ലെങ്കിൽ ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ, പ്രതികരിക്കുന്നവർ എന്ന് പറയുന്നവർ മാതൃകായോഗ്യരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടകരമായ കാര്യങ്ങളിൽ വ്യക്തികൾ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടകരമായ സമയങ്ങൾ, സ്ഥലങ്ങൾ, അതേപോലെ കർമ്മങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇങ്ങനെ കുറെ ഒരു ഗണം, നീണ്ട ഗണം കാണാൻ സാധിക്കും. ഇപ്പൊ വ്യക്തികൾ എടുത്തു നോക്കി, ഇപ്പൊ നമ്മൾ ഈ ചരിത്രത്തിൽ വായിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞു, റുസിഖ്തു ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹ, ഖദീജയോടുള്ള ഇഷ്ടം, സ്നേഹം എനിക്ക് അരുളപ്പെട്ടു, കനിയപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഖദീജ റളിയല്ലാഹു തആലയോട്. ഖദീജ റളിയല്ലാഹു തആലയുടെ വിയോഗത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കണ്ടല്ലോ, അയ്യുൻ നാസി അഹബ്ബു ഇലൈക്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാന്ന് ചോദിക്കും, പറയുന്നുണ്ട് ആയിഷ. ഫമിന റിജാൽ, പുരുഷന്മാരിലും ചോദിക്കും, പറയുന്നുണ്ട് അബൂഹ, ആയിഷയുടെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂബക്കറും ഉമറും അവരോടുള്ള ഇഷ്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവർ കണ്ണുകളാണ്, കാതുകളാണ്. കണ്ണും കാതും അപ്രകാരം ഇഷ്ടമാണ് അബൂബക്കർ, ഉമർ എന്ന നിലക്ക് പറയുന്നുണ്ട്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായി നബിയെ പ്രഖ്യാപിച്ച മുആദ് റളിയല്ലാഹു അൻഹു കുറിച്ച്, യാ മുആദ് ഇന്നി ഉഹിബ്ബുക്, മുആദ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറയാണ്, മരിക്കണീന്റെ തൊട്ടു മുമ്പ് റസൂലുള്ളാഹിക്ക് രണ്ടുപേരോടുള്ള ഇഷ്ടം, അതൊന്ന് ഇബ്നു സുമയ്യയാണ്, മറ്റൊന്ന് ഇബ്നു ഉമ്മി അബ്ദാണ്. ഇബ്നു സുമയ്യ അമ്മാറാണ്, ഇബ്നു ഉമ്മി അബ്ദ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ് റളിയല്ലാഹു തആല അൻഹു ജമീഅൻ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായ വിഷയങ്ങൾ, മിസ്കീന്മാരോടുള്ള സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുഹിബ്ബുൽ മസാകീൻ, മിസ്കീന്മാരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയോടുള്ള ഇഷ്ടം,
അതേപോലെ മദീനയോടുള്ള ഇഷ്ടം. ഇസ്ലാം മതങ്ങൾ മദീനയെ ഇഷ്ടപ്പെട്ടിരുന്നു. മദീനയുടെ മദീനയിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിർക്കുറ്റികൾ കണ്ടിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രാ മൃഗത്തിന് പുറത്താണെങ്കിൽ വാഹനത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പീഡിൽ ഓടിക്കുമെന്നാണ്. ഉദ്യോഗത്തിൽ താല്പര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിച്ചു വരും മദീനയുടെ നേരെ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി മദീനയെ കണ്ടാൽ, മദീനയിലേക്ക് എത്തിയാൽ ഹാദിഹി ത്വയ്ബ എന്ന് പറഞ്ഞ് മദീനയെ വിശേഷിപ്പിക്കുമെന്നാണ്. ഉഹുദ് മല കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദിനോട് അടുത്തെത്തിയ പറയാണ്, ഹാദാ ജബൽ ഉഹുദ് നുഹിബ്ബുഹു വയുഹിബ്ബുന. ഇതാ ഉഹുദ് മല, നാം അതിനെ ഇഷ്ടപ്പെടുന്നു, അത് നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടകരമായിട്ടുള്ള ഇതേപോലെ വിഷയങ്ങൾ. കാന യുഹിബ്ബു തയാമുൻ, അത് നമ്മളും കൂടി പ്രയോഗവൽക്കരിക്കുക, അതറിയാൻ വേണ്ടിയുള്ള മാത്രമല്ല, പിന്നെ അത് പ്രയോഗവൽക്കരിക്കാൻ കൂടിയുള്ള ഒരു വിഷയമാണ്. കാന യുഹിബ്ബു തയാമുൻ, അതിനു മുമ്പത്തെ പ്രയോഗവൽക്കരിക്കാനില്ല എന്നർത്ഥത്തിലല്ല കേട്ടോ. ഇപ്പൊ മക്കയെ ഇഷ്ടപ്പെടണം, മദീനയെ ഇഷ്ടപ്പെടണം, ഉഹുദ് മലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടു, നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ളത് പ്രയോഗവൽക്കരിക്കാനും അറിയാനുള്ളതാണ്. അതേപോലെ ഇപ്പൊ പിന്നെ പറഞ്ഞ ഇത് ഏത് തയാമുൻ, കാന യുഹിബ്ബു തയാമുന മസ്തതഅ എന്നാണ്. കഴിയുന്നത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയാമുനെ ഇഷ്ടപ്പെട്ടിരുന്നു. തയാമുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വലത് ഭാഗത്തെ മുന്തിപ്പിക്കുക എന്നുള്ളതാണ്. വലത് ഭാഗത്തെ മുന്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തുഹൂറിൽ ശുദ്ധി വരുത്തുമ്പോൾ, അതേപോലെ തറജുൽ മുടി ചീകുമ്പോൾ, മുടി മിനുക്കുമ്പോൾ, മുടി ഒതുക്കുമ്പോൾ, മുടിയിൽ എണ്ണ തേക്കുമ്പോഴൊക്കെ വലത് ഭാഗത്ത് മുന്തിപ്പിക്കുക. അതേപോലെ തന്നെ ഫീ തനഉലിഹി, കാലിൽ പാദരക്ഷ ധരിക്കുമ്പോൾ ഉള്ള പിന്നെ സന്ദർഭത്തിൽ ഇങ്ങനെ കുല്ലിഹി, എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയാമുനിനെ ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ തയമ്മുനിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. തക്രീമിന്റെയും തസീനിന്റെയും വിഷയങ്ങളിൽ അതാണ് അതിന്റെ ഖായിദ പറയുന്നത്. തക്രീം ഒരാളെ ആദരിക്കാൻ എന്നോണം, കാരണം യുഅ്തി ബിൽ യമീൻ, റസൂലുള്ളാഹി നൽകുമ്പോൾ വലത് കൈകൊണ്ട്, അതേപോലെ തന്നെ യഖുദു ബിൽ യമീൻ, സ്വീകരിക്കുമ്പോൾ വലത് കൈകൊണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതിനെ മുന്തിപ്പിച്ചിരുന്നത്, അത് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തക്രീം ആദരപൂർവ്വമായിട്ട് നിർവഹിക്കുന്ന എല്ലാത്തിലും വലതിനെ മുന്തിപ്പിക്കുക. തസീൻ, അലങ്കാരങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ, വസ്ത്രധാരണം പോലുള്ളതായ വിഷയങ്ങളിലൊക്കെ പിന്നെ വലതിനെ മുന്തിപ്പിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്, കാന യുഹിബ്ബുൽ അറാജീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാജീൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. അപ്പൊ ഈ അറാജീൻ എന്താ? അറാജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പിന്നെ ഈ ഈത്തപ്പനന്റെ കൊല ഉണ്ടല്ലോ, ഈത്തപ്പന കൊല, അതിൽ നിന്ന് കായ ഈത്തപ്പഴം എടുത്ത കഴിഞ്ഞാൽ പിന്നെ കാണുന്ന പിന്നെ വസ്തുവിനാണ് അറാജീൻ എന്ന് പറയാം. ഒർജൂൻ അറാജീൻ. നമ്മള് പിന്നെ തേങ്ങാക്കൊലൊക്കെ ഉണ്ടെങ്കിൽ, തേങ്ങ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്ന വസ്തു, അതാണ് പിന്നെ അറാജീൻ. ഈത്തപ്പഴയെ സംബന്ധിച്ചിടത്തോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊലയുടെ ബാക്കി ഭാഗം അറാജീൻ. കാന യുഹിബ്ബുൽ അറാജീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാജീനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. എന്നിട്ട് സഹാബി പറയാണ്, എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അറാജീൻ കൊണ്ട് നടക്കുകയായിരുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിലേക്ക് വന്നപ്പോ അറാജീനായിട്ട് വന്നു. അപ്പൊ ഖിബ്ലയുടെ ഭാഗത്ത് ഒരാൾ തുപ്പി വെച്ചത് കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ആരാണ് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പിയത്? നിങ്ങളുടെ മുഖത്തേക്ക് തുപ്പുന്നത് ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നുഖാമ തുപ്പിയത് അവിടുന്ന് പിന്നെ നീക്കുകയും അതിനെതിരിൽ സംസാരിക്കുകയും ചെയ്തു എന്ന് മറ്റൊരു ഹദീസ് കാണാം. അതിൽ സഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാജീനെ ഇഷ്ടപ്പെട്ടിരുന്നു, അറാജീനേറ്റി പള്ളിയിലേക്ക് വന്നിരുന്നു എന്നുള്ളത്. ഞാൻ ഇത് പറഞ്ഞെന്താ, നമ്മളൊക്കെ അറാജീൻ ഏറ്റി പള്ളിയിലേക്ക് പോകണം എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീനെ, ചര്യകളെ പഠിക്കുക, മനസ്സിലാക്കുക, അതിൽ പ്രയോഗവൽക്കരിക്കുവാനുള്ളത് പ്രയോഗവൽക്കരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുവാൻ ഒരു വിശ്വാസി പ്രഥമമായി ശ്രമിക്കേണ്ടത്. പൂർവികർ നോക്കൂ, നിങ്ങൾ രേഖപ്പെടുത്തിയ ഓരോ വിഷയങ്ങൾ നമ്മളിവിടെ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ല അതിനെ ചെയ്തിരുന്നത്. ജാബിർ ബിൻ താരിഖിന്റെ ചരിത്രം വായിച്ചപ്പോ, ജാബിർ ബിൻ താരിഖ് ഒരു പ്രമുഖ സഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നപ്പോ ഒരു ചെരങ്ങ തൂക്കിയിട്ട് കണ്ട്, റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെരങ്ങ തൂക്കിയിട്ട് കണ്ട്. അപ്പൊ ജാബിർ ബിൻ താരിഖ് ചോദിച്ചു, ഇത് എന്താണ് ചോദിച്ചു പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഇത് ദുബ്ബ ആണ്. ദുബ്ബ എന്ന് പറഞ്ഞാൽ ചെരങ്ങ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ അനുബന്ധം പറയാണ്, ഈ ദുബ്ബ ഞങ്ങള് പിന്നെ വീട്ടുകളിൽ വെക്കും, കെട്ടി തൂക്കി വെക്കും.
നുകസ്സിറു ബിഹി തആമന, ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങൾ ദുബ്ബായിൽ ചേർത്തിട്ട് ഞങ്ങൾ ഭക്ഷണം ചെയ്യും, പോഷിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ചിരങ്ങ കൂടുതൽ ഇട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഭക്ഷണം പാകം ചെയ്യും, എന്നിട്ട് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുക എന്ന് മനസ്സിലായോ? അപ്പൊ ജാബിർ ബിൻ താരിഖ് പറയാം, റസൂലുള്ളാഹിക്ക് പിന്നെ ആ ദുബ്ബായിനോടുള്ള ഇഷ്ടം അതവിടെ മാത്രല്ല, പിന്നെ അനസ് റളിയല്ലാഹു തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഖയ്യാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ തുന്നൽക്കാരന് വിരുന്നിന് വിളിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ച്. അപ്പൊ ഈ തുന്നൽക്കാരന് ഭക്ഷണത്തിന് വിളിച്ചപ്പോ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അനസ് റസൂലുള്ളാഹിന്റെ ഖാദിമാണ്, അനസ് ബിൻ മാലിക് അൽ അൻസാരി അൻ-നജ്ജാരി. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖാദിമായ അനസ് പറയാണ്, ഞാനും നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ രണ്ടാളെയും കൂടിയാണ് എന്ത് ചെയ്തത്, ഈ ഖയ്യാത്ത് വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചത്. അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് ചെന്നപ്പോ പിന്നെ പറയാണ്, ഈ ഖുബ്സ് ശഈർ ഗോതമ്പിന്റെ റൊട്ടിയും അതുപോലെ മറക്കും കറിയും ഉണ്ടായിരുന്നു. ഈ മറക്ക് അത് ദുബ്ബാവും ഖദീദും ചേർത്തായിരുന്നു. ദുബ്ബാവും ഖദീദും, ഖദീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്ക ഇറച്ചിയാണ്. ഇറച്ചി പിന്നെ വീതിയിൽ അരിഞ്ഞ് അത് പിന്നെ ഉണക്കിയിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഖദീദ് എന്ന് പറയാം. ഈ മാംസവും ദുബ്ബാവും ചേർത്ത കറിയും പിന്നെ ഖുബ്സ് ഷഈറും ഗോതമ്പിന്റെ റൊട്ടിയുമായിരുന്നു ഖയ്യാത്തിന്റെ വിരുന്നിൽ ഭക്ഷണം. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യതതബ്ബറു ദുബ്ബ, ആ കറിയിൽ നിന്ന് ചിരങ്ങ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞു പെറുക്കുകയായിരുന്നു എന്നാണ്. മാത്രമല്ല ഈ ഖസ്അയിൽ, ഈ പാത്രത്തിൽ ഈ കറി വിളമ്പിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖസ്അയുടെ ഹവാലയിൽ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് ദുബ്ബായിനെ തെരഞ്ഞെടുത്ത് തിന്നു എന്നാണ്. തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് മനസ്സിലായോ? എന്നിട്ട് പറയാണ്, കാന യുഹിബ്ബു ദുബ്ബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുബ്ബായിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അനസ് പറയാണ്, റസൂൽ അങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോ പിന്നീട് എനിക്കും ചിരങ്ങയോട് ഭയങ്കര ഇഷ്ടമായി. പിൽക്കാലത്ത് ഞാൻ കറിയിൽ നിന്ന് ചിരങ്ങ താല്പര്യത്തിൽ പെറുക്കി തിന്നുന്നത് ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിന്റെ അളവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ തെരഞ്ഞു പെറുക്കി കഴിക്കുന്നത് അത് കണ്ടതിൽ പിന്നെ എനിക്ക് ചിരങ്ങയോട് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, സഹാബികൾ നോക്കൂ, നിങ്ങൾ എത്ര സൂക്ഷ്മമായി തൽപരതയിൽ ഇതൊക്കെ രേഖപ്പെടുത്തി. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ അസ്സുലമിയുടെ ചരിത്രം വായിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ അസ്സുലമി അദ്ദേഹത്തിന്റെ വാപ്പിമ്മി അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറഞ്ഞേക്കുന്നുണ്ട്. പെരേക്ക് അവരെ പെരേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുക. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ പറയാൻ, ഞാൻ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വരുമ്പോ വീടിനോട് അടുത്തെത്തിയപ്പോ ഞാൻ വേഗം വീട്ടിലേക്ക് പാഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വീട്ടിലേക്ക് പാഞ്ഞിട്ട് വാപ്പനോടും ഉമ്മനോടും ഞാൻ വിവരം പറഞ്ഞു, റസൂൽ വരുന്നുണ്ട്. അപ്പൊ വാപ്പയും ഉമ്മയും പുറത്തു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു, സ്വാഗതം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ ഞങ്ങളുടെ വീട്ടിൽ റസൂലുള്ളാഹിക്ക് ആ സന്ദർഭത്തിൽ വഹി ഇറങ്ങി. അതൊക്കെ ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷ്മമായി വായിച്ച് അതൊക്കെ രേഖപ്പെടുത്തുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ പറയാൻ, റസൂലുള്ളാഹിക്ക് ഞങ്ങൾ തആമും വത്ബയും നൽകി. തആമ് എന്ന ഭക്ഷണം, വത്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ തൈർക്കട്ടി അത് നൽകി. അതേപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ തംബ്രു കൊണ്ടുവന്നു കൊടുത്ത്, കാരക്കും കൊണ്ടുവന്നു കൊടുത്ത്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ പറയാണ്, കാന യുഹിബ്ബു സബ്ദ വത്തംറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്ദും തംറും ഇഷ്ടപ്പെട്ടിരുന്നു. സബ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വത്ബ കൊടുത്തു എന്നറിയില്ലേ, തൈർക്കട്ടി, അതിന്റെ സബ്ദ് വെണ്ണ, അതും പിന്നെ തംറും ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ അസ്സുലമി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തംറ് കഴിക്കും, എന്നിട്ട് അതിന്റെ കുരു രണ്ട് വിരലുകൾക്കിടയിൽ ഇങ്ങനെ വെക്കും, വിരലുകൾക്കിടയിൽ തുപ്പും. കാരക്ക തിന്നതിന് ശേഷം കുരു വിരലുകൾക്കിടയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഒഴിവാക്കിയിടുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ തിരുജീവിതത്തെ സൂക്ഷ്മമായി അവിടെ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അതോട് അനുബന്ധിച്ച് പറയാണ്, കാരണം യുഹിബ്ബു സബ്ദ വത്തംറ, റസൂലുള്ളാഹി സബ്ദിനെയും തംറിനെയും ഇഷ്ടപ്പെടുമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എണ്ണുന്ന ആ ചരിത്രത്തിൽ നമ്മൾ പലതും ഭക്ഷണവുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി കാന യുഹിബ്ബുൽ അസല വൽ ഹൽവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസൽ ഇഷ്ടപ്പെട്ടിരുന്നു, ഹൽവ ഇഷ്ടപ്പെട്ടിരുന്നു. ഹൽവ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ്, മധുരം. അതേപോലെ തന്നെ അൽ ഹുൽവൽ ബാരിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുഹിബ്ബുൽ ഹുൽവൽ ബാരിദ്. ഇമാം അബൂ ദാവൂദിനെ കാണുന്ന നിവേദനത്തിൽ അൽ ഹുൽവൽ ബാരിദ്, മധുരമുള്ള ശീതളപാനീയം,
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സഹാബികൾ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ദിറാ ഇഷ്ടമായിരുന്നു, ആടിന്റെ ദിറാ ഉഷാത്ത്. അതെവിടെ നമ്മൾ വായിക്കുന്നത്? ചില റിപ്പോർട്ടുകൾ വായിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൈബറിൽ വെച്ച് ജൂത പെണ്ണ് സലാം ബിൻു മുഷ്കബിന്റെ ഭാര്യ സൈനബ് ബിൻതുൽ ഹാരിസ് വിഷം കൊടുത്ത സന്ദർഭത്തിൽ ആ ദുഷ്ട വന്ന് ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് ഞങ്ങളുടെ ഹദിയ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ മാംസം ഭക്ഷണം സ്വീകരിക്കുമോ? അതും സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ആടിനെ പാകം ചെയ്താൽ ഏതാണ് മുഹമ്മദിന് ഇഷ്ടമുള്ള ഭാഗം എന്ന് ചോദിക്കുന്നുണ്ട്. ഒക്കെ ദുഷ്ടമായ ലാക്കിലുള്ള ചോദ്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആടിന്റെ പുറകു ഭാഗം ദിറാ ആയിരുന്നു ഇഷ്ടം എന്ന് പറയുമ്പോൾ അവർ ആ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ അവിടെ കൂടുതൽ വിഷം വെക്കാനാണ്. പക്ഷെ അവിടെ ആ ഒരു സംഭാഷണത്തിൽ നമ്മുടെ വിഷയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം ഉള്ള ഒരു മാംസം അതിനെയാണ് സഹാബികൾ അവിടെ ഒന്ന് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കുറെ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർണ്ണങ്ങളിൽ വെള്ള റസൂലുള്ളാഹിക്ക് ഇഷ്ടായിരുന്നു. കാന യുഹിബ്ബുൽ ഖബ്റ, റസൂലുള്ളാഹി ഖബ്റ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്, പച്ച വർണ്ണത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. മനസ്സിലായോ? അതേപോലെ ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടകരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തികള്, സ്ഥലങ്ങൾ, അതേപോലെ തന്നെ വസ്തുക്കൾ, ഭക്ഷണങ്ങൾ, അതേപോലെ ഇങ്ങനെയുള്ള വിഷയം. ഞാൻ ഇതൊരു ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞു മാത്രം. എന്തിനു വേണ്ടി? അത് അറിയാനും അതേപോലെ അതിൽ നമുക്ക് പകർത്താനുമുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് പകർത്താനും പൂർവികർ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ സ്നേഹിച്ചു, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ സ്നേഹിച്ചതിന്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളോട് പൊറുക്കുമാറാവട്ടെ, നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നമ്മളെ നോക്കി വരുന്ന മുസീബത്തുകൾ അല്ലാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തകൻ താജുദ്ദീൻ സലാഹിയുടെ ഭാര്യ പിതാവ് മരണപ്പെട്ട വാർത്ത അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് മർഹമത്ത് നൽകി മഗ്ഫിറത്തേകി പരലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. ആ മഹാനെ നഷ്ടപ്പെട്ട നമ്മളുടെ സഹോദരനും അവരുടെ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾക്കും അല്ലാഹു ഹൃദയ വിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു അവർക്ക് പകരം നൽകുമാറാവട്ടെ. അവർക്ക് ഏറ്റവും മുസീബത്തിൽ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തന വേദികളിൽ നമ്മളെയും അവരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.